ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ഇറ്റാലിയൻ ചാമ്പ്യന്മാർ ആരായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സീസൺ അവസാനിക്കുന്ന സമയത്ത് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം, പല മിറാക്കിൾസും നടന്നേക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ടീം തന്നെ ആയിരിക്കില്ല ചിലപ്പം ചാമ്പ്യൻസ് ആകാൻ വേണ്ടി പോകുന്നത്. നിലവിലെ എല്ലാ ടീമിൻ്റെയും ഫോം വെച്ചിട്ടുള്ള ഒരു ടോപ്പ് 4 ലിസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഫ്ലോറന്റീനയാണ് നിലവിൽ ഇറ്റാലിയൻ ലീഗിൽ 5ാം സ്ഥാനത്താണ് അവർ തുടർന്നു കൊണ്ടിരിക്കുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഒരുപാട് മാച്ചസ് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ സീസൺ പോലെ ആയിരുന്നില്ല. ഈ സീസണിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഫ്ലോറന്റീനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇഞ്ചറീസും പ്രോബ്ലംസും ഉണ്ടായിട്ടും എല്ലാ മാച്ചസിലും അത്യാവശ്യം ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും 4ാം സ്ഥാനത്ത് ഫ്ലോറന്റീന, 3ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇന്റർ മിലാനെയാണ് 3ാം സ്ഥാനത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു, പ്രത്യേകിച്ചൊരു കമ്പാരിസൺ വെക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കഴിഞ്ഞ സീസൺ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. അത്യാവശ്യം ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ അതുകൊണ്ട് 3ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ, 2ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നാപ്പോളിയാണ് 2ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സും നല്ല ഫോമിലാണുള്ളത്. എടുത്തു പറയാനാണെങ്കിൽ റൊമേലിയോ ലുക്കാക്കു ഒരു ഇറ്റാലിയൻ ലീഗിൽ തന്നെ ഒരുപാട് ടീമിൽ പ്ലേ ചെയ്ത ഒരു പ്ലെയർ ആയിരുന്നു ലുക്കാക്കു. ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ ആയിരുന്നു. അത് ബെൽജിയത്തിന് വേണ്ടി പ്ലേ ചെയ്യുന്ന സമയത്തും വലിയ രീതിയിലുള്ള റിസൾട്ടോ അധികം ഗോൾസ് ഒരു ഓപ്പൺ ചാൻസ് വരെ മിസ്സാക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പക്ഷേ നാപ്പോളിയിലേക്ക് വരുമ്പം അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു പോസിറ്റീവായിട്ടാണ് ഈ ഒരു സീസൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഗെയിം വാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയത്. ലുക്കാക്കു മാത്രമല്ല, ലുക്കാക്കിനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓൾ ഓവർ എല്ലാ സ്ക്വാഡിലുള്ള എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൂടിയാണ് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2ാം സ്ഥാനത്ത് നെപ്പോളിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി 1ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അറ്റ്ലാന്റയാണ് 1ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവസാനം ചാമ്പ്യൻസ് ലീഗ് തന്നെ നോക്കാം. ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനോട് പ്ലേ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അവസാന നിമിഷത്തിൽ നല്ല രീതിയിൽ റയൽ മാഡ്രിഡ് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ അറ്റാക്കിങ് നല്ല രീതിയിൽ ഒഫൻസീവിലായാലും ഡിഫെൻസീവിലായാലും രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കാരണം ഡിഫെൻസ് ഫെയിലാവാതെ കൊണ്ടുപോകാനുള്ള ഒരു പവർ, ആ ഒരു ക്വാളിറ്റി ആ ഒരു ടീമിന് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം സെൻറ്റർ ബാക്ക് പൊസിഷനുള്ള ഒരു പ്ലെയർ ആയാലും ഓപ്പോസിറ്റ് ബോക്സിൽ വന്നിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ അത്രയും കോൺഫിഡൻസ് വേണം. ആ ഒരു ഏരിയയിൽ വന്നിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത്രയും കോൺഫിഡൻസ് വേണം. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സീസൺ ലീഗിലാണെങ്കിൽ, അതായത് ഇറ്റാലിയൻ ലീഗിലാണെങ്കിൽ ഇന്റർ മിലാനോടും അതുപോലെ യുവൻറ്റസിനോടൊക്കെ അപാര പെർഫോമൻസാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ 1ാം സ്ഥാനത്ത് എന്തുകൊണ്ടും ചാമ്പ്യന്മാരാകാൻ യോഗ്യത ഉള്ള ഒരു ടീമായിട്ടാണ് എനിക്ക് അറ്റ്ലാന്റയെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഇറ്റാലിയൻ ലീഗിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ആരൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.